എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് അത്രയേറെ പ്രധാനപ്പെട്ട കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആന്യം മിത്രേനും കാണാനായിട്ട് വിശ്വം വരുവാണ്. പിന്നീടാണ് വിശ്വം പറയുന്ന ആ കാര്യങ്ങളൊക്കെ. ഇളയച്ചന് ഈ വീടിന് വാടകയും സെക്യൂരിറ്റിയും ഒക്കെ ചോദിച്ചെന്ന് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആന്യം മിത്രയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിശ്വം പറഞ്ഞ്, എനിക്കിത് എങ്ങനെ നിന്നോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് നിന്റെ അവസ്ഥകളൊക്കെ അറിയാം. ഇപ്പൊ നീ ആണെങ്കിൽ ഒരു ചെറിയ ജോലിയും കൂടെ മുന്നോട്ട് പോകണമെന്ന് അറിയാം. ഇതിനിടയ്ക്ക് ഈ വാടക ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും എങ്ങനെ ഉണ്ടാക്കൂടാ. അത് മാത്രമല്ല സെക്യൂരിറ്റി പൈസ ഉടനെ തന്നെ കൊടുക്കണമെന്നാ പറയണേ. ആ അഡ്വാൻസ് തുക കൊടുക്കണമെങ്കിൽ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. നീ ദേവമംഗലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന നല്ലതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആരും നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഇനി ദേവമംഗലത്തേക്ക് തിരിച്ചു പോകാനോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ എന്നെ കുറിച്ച് അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് ചോദിക്കാം. അതല്ല ആര്യ, ഞാൻ നിന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇളയച്ചോട് ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി. ഇതിനു മുമ്പ് ഇത് വാടകയ്ക്കല്ലേ കൊടുത്തോണ്ടിരുന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് മിത്ര പറഞ്ഞു, ഇപ്പൊ എന്താ വാടക സെക്യൂരിറ്റി പൈസ ആദ്യം കൊടുക്കണം, അതല്ലേ 50,000 രൂപ നാളെ കൊടുക്കാന്ന് പറയണം. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, നാളെയാ? എങ്ങനെയാ മിത്രേ? ഇത് കേട്ടപ്പോഴും ആരിനൊരു അമ്പരപ്പോട് ചോദിച്ചു, നീ ഇത് എന്തുദ്ദേശിച്ച പറഞ്ഞേ? 50 രൂപയുടെ കാര്യമല്ല പറഞ്ഞേ, 50,000 രൂപയുടെ കാര്യം പറഞ്ഞെന്ന് പറയാം. എനിക്കറിയാം ആര്യ, ഞാൻ കുഞ്ഞു വെച്ചൊന്നുമല്ല. നാളെ പൈസ കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, വിശ്വം പറഞ്ഞാലും നാളെ പണം തരാന്ന്. ഇതറിഞ്ഞു കഴിയുമ്പോൾ ഇളയച്ചൻ എന്താണെങ്കിലും കുഴപ്പമില്ല. അതെ, നിങ്ങളുടെ അവസ്ഥ കണ്ട് നിങ്ങളുടെ ഈ വന്ന് ഞാൻ ഒന്നും പറയാന്ന് വിചാരിക്കരുത്. കാരണം എന്നെ കുറിച്ചും കൂടി ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് വേറെ ഗത്യന്തരം ഇല്ലാത്തോണ്ടാ. അത് കുഴപ്പമില്ലെന്ന് പറയണം. മിത്രം, ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം. വേണ്ട, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യ ജോലികളുണ്ട്, എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കണം. അങ്ങനെ അങ്ങോട്ട് പോവാണ് വിശ്വം. പിന്നീട് ആര്യം വന്നിട്ട് മിത്രം അടിച്ചു, നീ എന്തറിഞ്ഞിട്ടാ പണം കൊടുക്കാന്ന് പറഞ്ഞേ? വല്ലതും കയ്യിലുണ്ടോ? ഇതൊന്നുമില്ല, ചുമ്മാ എടുത്തടിച്ച് വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ അവൻ പണം വാങ്ങാണ്ട് വരും. പണം കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന് പറയാം. അതൊന്നും സാരിയില്ല. അതൊന്നും ഓർത്തിട്ട് ആരും വിഷമിക്കണ്ട. പണം കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനല്ലേ ഏറ്റയാള്. നാളെ പണം കൊടുത്തോളാം. അതൊന്നും ഓർത്ത് ആരും വിഷമിക്കണ്ടെന്ന് പറയാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു നോക്കിയപ്പോഴത്തേന് ആരിനെ കാണുന്നില്ല മിത്ര. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ആരിനിങ്ങനെ തിണ്ണേ വന്നിങ്ങനെ ഇരിക്കുവാണ്. ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് മിത്ര അങ്ങോട്ട് വന്നു. എന്താ ആര്യ, ആരെന്താ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം. അല്ല, ഞാൻ ഓർക്കുന്നേ നാളെ എങ്ങനെ പണം നീ കൊടുക്കുന്നതിനെ കുറിച്ചാ. അതാണോ? ഞാൻ പറഞ്ഞല്ലോ, അത് ചിന്തിച്ചിട്ട് ആരിന് എന്തായാലും തലപുണ്ണാക്കണ്ട. ദേ, ആരിന് മാത്രമല്ല ഉത്തരവാദിത്തം എനിക്കുണ്ട്. നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാ. അപ്പൊ ആരിനെ പോലെ തന്നെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. എന്റെ ചുമലിലും കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കട്ടേന്നേ. ഒരാൾ തന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ലോ ചുമട്. ഞാനും കൂടെ സഹായിക്കണ്ടേന്ന് ചോദിക്കുക. ഇടയ്ക്കൊന്ന് താങ്ങിത്തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഭാര്യയാന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴേ ആര്യം പറഞ്ഞു, അതെ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എനിക്കറിയാം ആര്യ, കുടുംബജീവിതം എന്താണെന്ന് അറിയത്തില്ലാതെ ഞാൻ കുടുംബജീവിതത്തിലേക്ക് വന്ന. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് ആര്യം വിഷമിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം ആരെങ്കിലും ഒരു നിമിഷം മിണ്ടാ നിൽക്കുക. അല്ല, എന്താ എന്നെ ആലോചിച്ചോണ്ടിരിക്കണേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അല്ല, ഇപ്പൊ നിന്റെ മുന്നിലേക്ക് ആ മിഥുനെങ്ങാനും വന്നാണ്ടല്ലോ, നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കാം. ഈ ഒരു ചോദ്യം കേട്ട് ഒരു നിമിഷം മിത്ര ആലോചിച്ചിട്ട് പറഞ്ഞു, മുമ്പായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നേനം, അങ്ങനെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? അവൻ എന്റെ മുന്നിലേക്ക് വന്നാൽ ഞാൻ അവനെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുന്നതിന് കാരണം ഞാൻ അവനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം. ഒരു പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആരിനെ നഷ്ടപ്പെടുമെന്ന്. എനിക്ക് ആരിനെ ഇഷ്ടമാണ്, ആരിനോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമാണ്. ഒരു പക്ഷെ ആരിനെ നഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും ചെയ്യത്തില്ല. അവനെ ഞാൻ വെറുതെ വിടത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടത് ആരിന്റെ കണ്ണിറഞ്ഞു വന്നു. കാരണം മിത്ര എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആരിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. മിത്ര പറഞ്ഞ, ആര്യ, ഇങ്ങനെ മനസ്സുള്ള വിഷമം സ്വന്തമായിട്ട് ഇങ്ങനെ ഊതിപ്പിരിപ്പിച്ചിട്ട് കാര്യമില്ല. ആരോടെങ്കിലും തുറന്നു പറയണം. അത് മാത്രമല്ല, വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത് എന്നോട് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ വേണം. അപ്പൊ മനസ്സിൽ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോയിക്കോളും. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു കുടുംബമല്ലേ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. അത് പൈസ പ്രശ്നമാണെങ്കിലും എന്താണെങ്കിലും പല കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യം പണം തന്നെയാണ്. പണത്തിന്റെ കാര്യം വരുമ്പോൾ ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ അത് വഴക്കം, അങ്ങനെ അടിയാവും, ഡിവോഴ്സ് വരെ കാര്യങ്ങളെത്തും. അതാണ് ഈ പൈസ പ്രശ്നം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഭാര്യയും ഭർത്താവും തമ്മിലൊന്ന് പരസ്പരം പറഞ്ഞു നോക്കിയേ, പകുതി പ്രശ്നത്തെ പരിഹാരമോ. അത് ചെയ്യാത്ത പല കുടുംബങ്ങളുടെയും പ്രശ്നം എന്ന് പറയണം. ഇപ്പൊ തന്നെ ആണെങ്കിലും ആൻ എന്നോട് തുറന്നൊന്ന് സംസാരിക്കുക. ഇവിടെ വന്നുമ്പോ എന്നോട് സംസാരിക്കുവാണെങ്കിൽ ആന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറും. അത് മാത്രമല്ല, ഇവിടെ സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷം. ഈ എനിക്ക് അറിയാലോ, ആരിനൊന്ന് സംസാരിക്കാൻ വേണമെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ.
ഇവിടെ ഉള്ളതല്ല. പിന്നെ ഇവിടെ സന്തോഷം കൂടെ അങ്ങോട്ട് നിറയും. ഇത് കേട്ടപ്പോൾ ആരും ചോദിച്ചു, നീ എന്താ കളിയാക്കുവാണോ? കളിയാക്കിയതല്ല, ഞാനുള്ള കാര്യം പറഞ്ഞാന്ന് പറയാണ്. പിന്നീട് രാത്രി നല്ല ഉറക്കത്തിലാണ് ആകാശ്. അങ്ങനെ പതുക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേനും അവിടെ ഇരുന്ന് മീനാക്ഷി ഫയൽസ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താ മീനു, നീ ഇതൊക്കെ ഉറങ്ങാറായില്ലേന്ന് ചോദിക്കാം. എങ്ങനെ ഉറങ്ങാൻ ആകാശേ, 2-3 ദിവസം ഇത് തന്നെയല്ലേ, ഞങ്ങളുടെ എല്ലാം ഉറക്കം കളഞ്ഞോണ്ടിരിക്കുവല്ലേ. ദേ ആ കൗൺസിലർ എങ്ങാനും വന്ന് കഴിയുമ്പോഴത്തേന് എന്തൊക്കെ കുറ്റം കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. അതിനു മുമ്പ് ഈ ഫയലെല്ലാം ക്ലിയർ ആക്കണമെന്ന് പറയാം. ഒരിടത്തും ഒരു തെറ്റും സംഭവിച്ചുകൂടാ. വരുന്നവർക്ക് വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഈ രാഷ്ട്രീയക്കാരോടൊന്നും നമുക്ക് അങ്ങനെ അധികം എതിർത്ത് പറയാനൊന്നും പറ്റില്ല. എല്ലാവരെയും നമുക്ക് വേണം. അതുകൊണ്ട് ആരെയും വെറുപ്പിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. അതൊരു ജോലി കയറിയാൽ ആകാശിന് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, എനിക്കറിയാം നിന്റെ ബുദ്ധിമുട്ട്, എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഈ ജോലി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആകാശം എന്ന് പറയണ. കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ജീവിതം സുഖമാകുള്ളൂ. അല്ലാതെ എപ്പോഴും സന്തോഷം മാത്രം ആയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന് എന്താ അർത്ഥം ഉള്ളതെന്ന് ചോദിക്കാം. എനിക്കറിയാം നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നോട് ഇത്ര മതിപ്പ്. നീ ചെയ്യുന്ന കാര്യങ്ങൾ 100% പെർഫെക്റ്റ് ആയിരിക്കും എനിക്കറിയാം. അത് ശരിയാ, കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടെ ആയിരിക്കണം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഈ രാത്രി ഉറക്കളച്ചിരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, അത് ശരിയാ, അതെനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമെന്ന് പറയാണ്. ഈ സമയം കിടക്കാൻ പോയ ബാലിന് വലിയ ടെൻഷനായിരുന്നു. എന്തായിരിക്കും നാളെ ഉദയഭാനു സാറിന് തന്നോട് പറയാനുള്ളത്? ഗോമതിയോട് ഇതിനോട് ചോദിക്കുകയാണ്. ഗോമതി പറഞ്ഞു, ഇപ്പൊ എന്താ പറയാനേ, എന്തേലും പറയാനേക്ക് ആയിരിക്കും വിളിക്കുന്നത്, നാളെ അറിയാലോ, ഇന്ന് ഒരു രാത്രി ഇങ്ങോട്ട് ക്ഷമിച്ചാൽ മതിയല്ലോ എന്ന് പറയാം. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ബാലൻ. ബാലൻ ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ഉദയഭാനു അങ്ങോട്ട് വന്നു. ബാലനോട് ചോദിച്ചു, ആഹാ കുറെ സമയമായേ വന്നിട്ട്. ഇല്ല ഇത്തിരി സമയമാണെന്ന് പറയാം, ഇത്തിരി ഞാനൊന്ന് ലേറ്റ് ആയി പോയെന്ന് പറയണം. ബാവലാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അല്ല സാറിന് എന്തോ കാര്യം എന്നോട് പറയാണ്ടെന്ന്. അതോ, ഞാൻ ഒന്ന് ദേവീനെ ഒന്ന് തൊഴുതിട്ട് വന്നോട്ടെ എന്ന് പറയണം. പിന്നീട് നടയിലേക്ക് പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. പിന്നീട് ബാലന്റെ അടുത്തേക്ക് വന്നിട്ട്, എന്തേ ഇനിയിപ്പോൾ വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാന്ന് പറയാം. എന്താ സാർ, എന്താ കാര്യം? ബാലനറിയാലോ എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം ശ്രീദേവി. പക്ഷേങ്കിൽ ശ്രീദേവിക്കാണെങ്കിൽ ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട, പഠിത്തം കഴിഞ്ഞിട്ട് മതി മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി പോവായിരുന്നു. ഇപ്പൊ കുറെ ആലോചനകൾ വന്നെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ കഴിഞ്ഞ ദിവസം ബാലിനെ ഇവിടെ വെച്ച് കാണുന്നേ. പിന്നീട് ബാലിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. നല്ല മതിപ്പാ, കാരണം എനിക്ക് പണം അതൊക്കെ ആവശ്യത്തിന് മിച്ചമുണ്ട്. പക്ഷെ അതുകൊണ്ടായിട്ട് മാത്രം കാര്യമില്ലോ. നമ്മളൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്ത് കഴിയുമ്പോഴത്തേനും ആ ചെറുക്കന്റെ സ്വഭാവം അല്ലെങ്കിൽ അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം നോക്കണ്ടേ. ബാലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. ബാലിന്റെ മോനെ കുറിച്ച് അന്വേഷിച്ചു. ബാലിന്റെ മോൻ ജോലി ചെയ്യുന്ന കമ്പനിയിലും പിന്നെ അവിടെ അല്ലറ ചില്ലറ അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നല്ല അഭിപ്രായം തന്നെയാണ് പറയണേ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ശ്രീകലയും കൂടി ഒരു തീരുമാനം എടുത്തെന്ന് പറയാം. എന്താ സാർ? അല്ല, ബാലന്റെ മോനെ കൊണ്ട് എന്റെ മോളെ കിട്ടിക്കാനും കൂടെ ഒരാലോചനയുണ്ട്. ബാലന്റെ സമ്മതം കൂടി ഇനി അറിഞ്ഞാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും ബാലൻ പറയും, സാർ എന്താ പറയണേ? എന്താ ബാല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ല സാർ, ഇതെനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. കഴിഞ്ഞ ദിവസം തന്നെ സാറിന് അറിയാലോ, ഞാൻ ഇപ്പം ചെരുപ്പിടാൻ നടക്കുന്നത്. എന്തുകൊണ്ടാ? എൻ്റെ മകന് വേണ്ടിയിട്ട്, എൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു പ്രതിജ്ഞയൊക്കെ ചെയ്ത് നടക്കുക. അപ്പം എൻ്റെ മനസ്സിൽ എത്ര വലിയ ആഗ്രഹം എന്നറിയാം അവൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ. അവൻ്റെ മാത്രമേ കല്യാണം കഴിയാനുള്ളൂ. അതൊക്കെ എനിക്കറിയാൻ പാല. എൻ്റെ മോളെ അങ്ങോട്ട് വിടാനായിട്ട് എനിക്ക് താല്പര്യമാണ്. കാരണം പണവും പ്രതാപത്തിലൊന്നും ഒരു കാര്യമില്ല. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനത്തിലും മാത്രമല്ല, ആ കുടുംബത്തിലെ ആളുകൾ എങ്ങനെയുള്ളവരാണ് അതാണ് നമ്മൾ നോക്കണ്ടേന്ന് പറയാണ്. ആ കാര്യത്തിൽ ബാലിന്റെ കുടുംബത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഓക്കെയാണ്. ഇനി ബാലിന്റെ ഭാഗത്തുനിന്ന് ബാലിന് ആ തീരുമാനം പറഞ്ഞോ എന്ന് പറയാം. സാറേ, ഞാൻ എന്താണ് തീരുമാനം അറിയിക്കാം, ഞങ്ങൾക്ക് ഇനി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലൻ വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് ബാലൻ വളരെ വല്ലാത്ത പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു പക്ഷേങ്കിൽ ഈ കല്യാണം നടക്കുമെന്നുള്ള പ്രതീക്ഷ. ഈ സമയത്ത് ഗോമതി ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഗോമതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഫോണൊക്കെ എടുത്ത് ഒരു ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ മീനാക്ഷി അങ്ങോട്ട് വന്നു. എന്താമ്മേ, അമ്മ കാര്യമായിട്ട് എന്താ നോക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ ഞാൻ പെട്ടെന്ന് ആ ഫോൺ അങ്ങോട്ട് മേടിച്ചു. ആകാശിന്റെ ആനന്ദിന്റെ എന്റെ ഫോട്ടോ ആയിരുന്നു. ഓഹോ, അപ്പൊ 3 ആൺമക്കളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ നമ്മളൊക്കെ വെറുതെക്കാര്, പെൺകുട്ടികളേക്ക് ഔട്ടായി. എന്തിനേറെ പറയുന്നു, അനുശ്രീയെയും അനു ചേച്ചിനെയും കൂടെ അവരെയും കൂടെ ഒഴിവാക്കില്ലേന്ന് ചോദിക്കുക. അവരൊക്കെ മക്കളല്ലേന്ന് ചോദിക്കും. അത് ശരിയാ, പക്ഷെ ഇവര് 3 പേരുള്ള ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ആരും മാത്രം ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തിട്ടൊരു വിഷമം. അതൊന്നും കുഴപ്പമില്ലമ്മ, എല്ലാം ശരിയാകും. എന്നെ അങ്ങോട്ട് തിരികെ വരുമെന്ന് പറയാം. എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഇല്ല. അച്ഛനെപ്പോൾ തന്നെയാ മോന്. കാരണം വാശിക്ക് ഒരു കുറവില്ല. അച്ഛനും മോനും ലേവലേശം വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയാം. അതാണ് ആ കാര്യം. അതൊക്കെ ശരിയാവുമെന്ന് പറയാം. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴേക്കാണ് അങ്ങോട്ട് ബാലൻ വരുന്നത്. ബാലൻ കോമതി എന്നും പറഞ്ഞ് വിളിച്ചോണ്ടാ വരുന്നത്. എന്താ ബാലേട്ടാ? അല്ല, ആകാശം ആനന്ദൊക്കെ പോയെന്ന് വെക്കുക. ഇല്ല, അവർ പോയില്ല, ഇവിടെയുണ്ട്. അവരൊക്കെ വിളിക്കാൻ പറയാ. കാര്യം എന്താ? കാര്യം പറയാന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. ധർമ്മനും ആകാശവും ആനന്ദും എല്ലാരും കൂടെ വരുവാണ്. അതെ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ടെന്ന് പറയാം.
എന്താ ബാലേട്ട കാര്യം പറ. അത് ഇന്നലെ ഉദയഭാനു സാറ് പറഞ്ഞില്ലായിരുന്നു ഇന്ന് എന്നെ കാണണമെന്ന്. അതെന്തിനാന്ന് അറിയാവുന്ന ചോദിക്കും. എന്തിനാ? ആനന്ദിന്റെ ഒരു വിവാഹാലോചന എന്ന് പറയണേ. ആനന്ദിനാ? അതേന്നേ. ആനന്ദിനെ കുറിച്ച് അവർ അന്വേഷിച്ചു. പെൺകുട്ടി നല്ല പെൺകുട്ടിയാ. ആരുടെ എന്തറിയാ? ഉദയഭാനു സാറിന്റെ മകളെ. ഉദയഭാനു സാറിന്റെ മകളെ? അതേന്ന്. നല്ല ആലോചനയാ. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒരു പക്ഷേങ്കില് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷമാ ഈ സംഗതികളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ റെഡിയായെന്ന് പറയാം. എല്ലാം ദൈവത്തിന്റെ കടാക്ഷം. ദൈവമായിട്ടാണ് ആ പെൺകുട്ടിനെ കൊണ്ടേ തന്നേന്ന് പറയാം. ഇതെടുത്തും ബാലൻ പറഞ്ഞു, അതെ ഞാനായിട്ട് കണ്ടെത്തിയ കുട്ടിയാന്ന് പറയണം. അന്ന് ക്ഷേത്രത്തിൽ പോകാൻ തോന്നിയോണ്ടാ എല്ലാത്തിനും ഒരു നല്ല കാലം ഉണ്ടായെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോമതി പറഞ്ഞു, അത് ശരിയാ, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ദേ കല്യാണം നടത്തണം. പക്ഷെ പെൺകുട്ടീനെ നിങ്ങൾ കണ്ടോന്ന് ചോദിക്കുക. കണ്ടില്ല, പക്ഷെ കാണൂലോ. എന്തായാലും നല്ല പെൺകുട്ടിയായിരിക്കും, സ്വഭാവ ഗുണം കൊണ്ട് നല്ലതായിരിക്കും, ഒരു കുഴപ്പമില്ല. ആനന്ദം ആ പെൺകുട്ടി നല്ലതായിട്ട് ചേരുമെന്ന് പറയണം. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ എന്താ, നിനക്ക് കല്യാണം വേണ്ടെന്നല്ലേ പറയാൻ പറ്റുന്നേ? എനിക്കറിയാം, പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല മോനെ. നിന്റെ കല്യാണം നടക്കും. പെട്ടെന്ന് ധർമ്മം വന്നിട്ട് പറഞ്ഞു, ദേ ആനന്ദേ, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഈ പെൺകുട്ടി നിനക്ക് ഉറപ്പിച്ചു, എന്താണ് ഈ കല്യാണം നടക്കും. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും സൂചനകളും കാണുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, ആകാശിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ആകാശം മീനാക്ഷി ക്ഷമിക്കണം കേട്ടോ, ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണം അവിടെ നടക്കാൻ പോകുന്നു പറയാണ്. ഇത് കേട്ടും ഗോമതി വെച്ചാൽ അതെന്താ ബാലട്ട് അങ്ങനെ പറയണേ? മറ്റു രണ്ടും മക്കളുടെ കല്യാണം കഴിഞ്ഞോ? ഇതങ്ങനെയല്ലോ, ഞാനായിട്ട് മുന്നിട്ട് ഇറങ്ങുന്ന കല്യാണം ആദ്യത്തെ കുടുംബം ഈ വീട്ടിൽ വെച്ച് നടത്താൻ പോന്നെ. ആദ്യത്തെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്താനായിട്ട് പോന്നെ. അത് മാത്രമല്ല, ഞാൻ മുന്നിട്ടിറങ്ങി ഞാൻ കണ്ടെത്തിയ പെൺകുട്ടീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ വേറെ രണ്ടുപേര് അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചല്ലേ. പക്ഷെ ഇതങ്ങനെയല്ല, എന്റെ തീരുമാനപ്രകാരം ഞാൻ ആലോചിച്ചുറപ്പിക്കുന്ന കല്യാണത്തിന് ആനന്ദ് സമ്മതിക്കുന്നു പറയണം. ആനന്ദിനാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മറചട്ടിയിരുന്ന എരുതിയിലേക്ക് വേണ്ട അവസ്ഥയിൽ ആനന്ദ് ഇങ്ങനെ നിൽക്കുകയാണ്. ബാലൻ പറഞ്ഞു, ഇനി നീ ഒരു തടസ്സവും പറയണ്ട. ഒരു തടസ്സം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഈ കാര്യം കൂടെ തീരുമാനിച്ചു. അല്ല പെൺകുട്ടീനെ കണ്ടേ നിൽക്കുക. പെൺകുട്ടീനെ കൊണ്ട് അടുത്ത ദിവസം അവർ അമ്പലത്തിലേക്ക് വന്നോളും. അപ്പൊ അവിടെ വെച്ച് പെൺകുട്ടീനെ കാണാമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു.